കോശങ്ങളുടെ ഘടനയെ പറ്റി അല്പം പഠിക്കാം. നമ്മൾ ഒരു കോശം എടുക്കുക, നമ്മുടേതോ ഒരു മറ്റേതെങ്കിലും ജന്തുവിന്റെയോ പാമ്പിന്റെയോ പഴുതാരയുടെയോ പട്ടിയുടെയോ പൂച്ചയുടെയോ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെയോ പക്ഷിയുടെയോ ഏതെങ്കിലും ഒരു ജീവനുള്ളവയുടെ കോശം എടുത്ത് നമുക്ക് മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ വെച്ച് അല്ലെ അതിനിൽ വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഘടകങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ഇവയിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരേ ഘടകങ്ങൾ തന്നെയാണ്. പ്രധാനമായിട്ടും കോശത്തിന്റെ ഘടന എന്ന് പറയുന്നത് എല്ലാ കോശം തന്നെ മൈന്യൂട്ടാണ്, മൈക്രോസ്കോപ്പിക്കാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ആറ്റം പോലെ തന്നെ അതും മൈക്രോസ്കോപ്പിക്കാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ നമുക്ക് ആറ്റത്തെയും കോശത്തെയും കുറിച്ചൊക്കെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഏതൊരു കോശം എടുത്ത് നോക്കിയാൽ, ഏതൊരു ജന്തുവിന്റെ അല്ലെ ഏതൊരു ദൈവത്തിന്റെ കോശം എടുത്ത് പരിശോധിച്ചാലും ആ കോശത്തിന് പുറത്തൊരു കവറിങ് ഉണ്ടാകും, ഒരു ആവരണം ഉണ്ട്. ഇതിനെ നമ്മൾ കോശസ്തരം എന്ന് പറയും. ഇതിന്റെ സെന്ററിലായിട്ട് മുട്ടയുടെ സെന്ററിൽ മഞ്ഞക്കരു ഉള്ളതുപോലെ എല്ലാ കോശത്തിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ആണ് ഒരു കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ന്യൂക്ലിയസ് കൂടാതെ ഒരു കോശത്തിന്റെ ഉള്ളിൽ ഉള്ള ഘടകങ്ങളാണ് പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, വാക്യൂൾസ്, റൈബോസോം, ലൈസോസോം എന്നിവ. ഇതെല്ലാം നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ മൈക്രോസ്കോപ്പിൽ കൂടെ കാണാത്ത 3 കണങ്ങൾ ഇതിലുമുണ്ട്. ആറ്റത്തില് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോൺ ഉള്ളതുപോലെ ഓരോ ജീവകോശത്തിലും 3 തരം ജീവകണങ്ങളുണ്ട്. അവയെ നമ്മൾ വിഷ്ണുഗണം, ബ്രഹ്മഗണം, ശിവഗണം എന്ന് പറയുന്നു. വിഷ്ണുഗണം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ബ്രഹ്മഗണം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, അതിന് ചാർജ് ഇല്ല. ശിവഗണം എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. ഈ കണങ്ങൾ അനുസരിച്ചാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം നിർണ്ണയിക്കപ്പെടുന്നത്. അതിന് DNA എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ആത്മീയ കണങ്ങളാണ് ഒരു മനുഷ്യൻ നല്ലവനായിട്ടും മോശമായിട്ടും ഒക്കെ പെരുമാറുന്നതിന് കാരണം. ഒരാളില് വിഷ്ണു കണങ്ങളാണ് കൂടുതലായിട്ട് പ്രൊമിനന്റ് ചെയ്യുന്നതെങ്കിൽ ആളുടെ സ്വഭാവം വളരെ പോസിറ്റീവ് ആയിരിക്കും, നന്മയുള്ള വ്യക്തിയായിരിക്കും. ആരോട് വഴക്കിനൊന്നും പോകാതെ സ്വന്തം കാര്യം നോക്കി മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വളരെ ശാന്തമായി സ്നേഹത്തോടൊക്കെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. ശിവ കണങ്ങൾ ആണ് കൂടുതൽ നമ്മളെ നയിക്കുന്നതെങ്കിൽ ആ വ്യക്തി അക്രമ സ്വഭാവമുള്ള ആളായിരിക്കും. പിന്നെ നെഗറ്റീവ് സ്വഭാവങ്ങളിലേക്ക്, ആസുരീയ ഗുണങ്ങളിലേക്ക് പോകുന്ന ആളായിരിക്കും. പിന്നെ ബ്രഹ്മഗണങ്ങളാണ് ഒരാളെ പ്രോമിനന്റ് ചെയ്യുന്നതെങ്കിൽ അല്ല അതിന്റെ അതിന്റെ ഒരു പ്രഭാവമാണ് ഒരു വ്യക്തിയിൽ കൂടുതലെങ്കിൽ ആളൊരു മതേതര സ്വഭാവമുള്ള, ഒന്നിനോടും കൂടുതൽ പ്രതിപത്തിയില്ലാതെ അത്യാവശ്യം സ്വന്തം കാര്യങ്ങൾ നോക്കി മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവ പ്രകൃതിയുള്ള ആളായിരിക്കും. അപ്പം കോശത്തിലും 3 കണങ്ങളുണ്ട്. ജീവകണങ്ങള്, വിഷ്ണുഗണം, ബ്രഹ്മഗണം, ശിവഗണം. അതുപോലെ ആറ്റത്തിലും